ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ കാപ്പിക്ക് നമുക്ക് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും സാമ്പാറുമാണ്. സാമ്പാർ വെച്ചെന്ന് ചോദിച്ചാൽ രാവിലത്തേക്കിനും ആകും, ഉച്ചക്കത്തേക്കിനും വൈകിട്ടത്തേക്കിനും കൂടെ ആകുമല്ലോ. അന്നേരം പിന്നെ ഇവിടെ പിള്ളേർക്ക് വലിയ നിർബന്ധമില്ല ഇന്ന കറി വേണമെന്ന്, നമ്മൾ കൊടുക്കുന്നതൊക്കെ കഴിച്ചോളും. അന്നേരം എനിക്ക് പണി എളുപ്പമുണ്ടല്ലോ. ഈ ചപ്പാത്തിക്ക് ഒരു കറി വെച്ച് ചോറിന് വേറൊരു കറി വെക്കണ്ട, സാമ്പാറാണെങ്കിൽ ഉച്ചക്കത്തേക്കിനുമൊക്കെ ആകുമല്ലോ എന്നുള്ള ഇതിലെ അങ്ങനെ കാപ്പൂടി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചോറിനുള്ള കാര്യങ്ങൾ നോക്കുവാണ്. അങ്ങനെ അരി വെള്ളം വെച്ചിട്ടുണ്ട്, അരി ഇടാനായിട്ടുള്ള. എന്നിട്ട് പിന്നെ അരി എടുക്കുവാണ്. അരി നമുക്ക് ഈ റേഷനരിയാണ്, നല്ല അരിയാണ് കിട്ടിയിരിക്കുന്നത്. മിക്ക പ്രാവശ്യവും കിട്ടുന്ന അരി ഇങ്ങനെ പെട്ടെന്ന് വേകുകയും ചെയ്യും. വെന്താലും നമ്മൾ നോക്കി നോക്കി നിന്നാലും ഇരി പൊളന്നു പോകും, പെട്ടെന്ന് പൊളന്നിങ്ങനെ പൊളന്നിട്ടിങ്ങനെ മുറിഞ്ഞൊക്കെ പോകുന്നില്ലേ, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ മൊത്തം കറുത്ത അരിയുമായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയ അരി നല്ല സൂപ്പർ അരി. ഇച്ചിരി വെന്താലും ഇച്ചിരി നേരം അടുപ്പത്ത് കടന്നാലും അത് അങ്ങ് പൊളക്കത്തൊന്നുമില്ല. നല്ല നമ്മുടെ വിലയരി ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു. നല്ല സൂപ്പർ അരിയാണ്. കഞ്ഞിക്കൊക്കെ നല്ല സൂപ്പർ അരി. ഞാൻ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു, അന്നേരം പിന്നെ ഇന്നും ഇത് തന്നെ ഇടാമെന്ന് ഓർത്താണ്. ഇതിന് വലിയ കറിയൊന്നും വേണമെന്നില്ല. അങ്ങനെ അത് 4-5 പ്രാവശ്യം കഴുകിയിട്ട് അങ്ങ് ഇടുവാണ്. നമ്മൾ ഗ്യാസ് വെച്ച് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെക്കത്തുള്ളേ. അന്നേരം സാമ്പാറുണ്ടല്ലോ, അന്നേരം നമ്മുടെ പുറകിൽ കപ്പയ്ക്ക നിൽപ്പുണ്ട്, കപ്പളങ്ങ, അതും കൂടെ തോരൻ വെക്കാം. പിന്നെ മുട്ടയും കൂടെ പൊരിക്കുക. അന്നേരം ഉച്ചക്കത്തേക്കിനൊക്കെ അതും മതിയല്ലോ. മീൻ മേടിക്കാമെന്ന് പറഞ്ഞ് നിന്ന മീൻകാരൻ്റെ ഈ ചെറിയ മത്തിയായിരുന്നു. അത് ഈയിടെ എല്ലാം മേടിച്ച്, പിള്ളേർക്കത് വേണ്ട. അത് കാരണം ഞാൻ പിന്നെ അത് മേടിക്കാൻ പോയില്ല. അങ്ങനെ കപ്പളങ്ങ പറിക്കാൻ പോവാണ്. നമ്മളിത് വിത്തിട്ട് കിളിപ്പിച്ചതാണ് ഈ കപ്പളമൊക്കെ. നല്ല ചേട്ടായി കൊണ്ടുവന്നാണ്. നല്ല ദശയുള്ള കപ്പളങ്ങ, നല്ല ദശയുമാണ്. കപ്പളങ്ങയ്ക്ക് ഭയങ്കര വലിപ്പമായിരുന്നു. അന്നേരം അതിൻ്റെ വിത്ത് നമ്മളിട്ട് അത് ഇവിടെ എല്ലാം കിളിപ്പിച്ചിട്ടുണ്ട്. അത് അത്ര ആയിട്ടുണ്ട്. ഇനി മഴയൊക്കെ പിടിക്കുമ്പം പോവുമെന്നറിയത്തില്ല. പിന്നെ 2-3 ചോട് വഴുതനങ്ങയുണ്ട്. ചീരയൊക്കെ നിൽപ്പുണ്ട്. ചീരയൊക്കെ വിത്തിനെ നിർത്തിയിരിക്കുക. ഈ വഴുതനങ്ങ മൊത്തം അതങ്ങോട്ട് മേളിലോട്ട് വരുന്നതിലും മുരടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ അതിപ്പോൾ ഒന്ന് മുരടിപ്പൊക്കെ മാറി നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പൂ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ പൂ മൊത്തം പൊഴിഞ്ഞു പോവുക. ആ ചെടി ഏതായാലും ഉഷാറായി വരുന്നുണ്ട്. തന്നെ ഇതാണ് കപ്പളവേ. ഇതെല്ലാം ആ പടം അത്രയും വലിപ്പമേ വെക്കത്തുള്ളൂ. ഇത് ഒത്തിരി വലുതാകുന്ന കപ്പളങ്ങ അല്ല, അത്രയും വലിപ്പമേ ഉള്ളൂ. അന്നേരം അതും കൂടെ തോരൻ വെക്കാം. തൊട്ടിപ്പുറത്ത് നമുക്കൊരു പ്ലാവ് നിൽപ്പുണ്ട്, മറ്റേ ബഡ് പ്ലാവാണ്. അകത്ത് ഒരു ചെറിയ ചക്കയും പിടിച്ച് നിൽപ്പുണ്ട്. അന്നേരം കപ്പളങ്ങയൊക്കെ കൊണ്ട് കുത്തി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് ഇരിപ്പുണ്ടായിരുന്നേ. എൻ്റെ ഗോതമ്പ് പൊടി തീർന്നു. അന്നേരം ഞാൻ ഓർത്തുന്നെങ്കിൽ ഇത് കഴുകി ഉണക്കാം, പൊടിപ്പിച്ച് വെക്കുവാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. പക്ഷെ മൊത്തം അഴുക്ക്. നമുക്കെല്ലാം ഓരോ മാസം ഓരോ കിലോ കിട്ടത്തുള്ളൂ. അത് എടുത്തെടുത്ത് വെച്ച് 2-3 കിലോ ഒക്കെ ആകുമ്പോഴത്തേനെ പൊടിപ്പിക്കത്തുള്ളൂ. അന്നേരത്തേന് ഇതിനകത്ത് മൊത്തം ചെള്ളുവാവും. അതുപോലെ തന്നെ കുത്തൽ വീഴുക, മൊത്തം കുത്തൽ വീഴുക. ഇത് പിന്നെ ഇന്നാൾ അച്ഛൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും കൊണ്ടുവന്ന ഗോതമ്പാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ പൊടിപ്പിച്ച് ബാക്കി വെച്ചിരുന്നതാണ്. അതും എനിക്ക് കിട്ടിയതും കൂടെ ആയിട്ട് ഞാൻ കഴുകി ഉണക്കി വെക്കാനായിട്ടാണ്. ഇനി ഇത് കഴുകി ഉണക്കിയിട്ട് വേണം പച്ചരി കൂടെ കഴുകിയിടാനായിട്ട്. അന്നേരം വെയിലൊന്നും നമ്മളെ ഇടുന്നിടത്തൊന്നും ആയിട്ടില്ല, എന്നാലും രാവിലെ അങ്ങ് കഴുകി ഇടുവാണ്. മൊത്തം അഴുക്കാണ്. നമ്മൾ കഴുകുന്നതിനനുസരിച്ച് അഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഇനി ഇത് കഴുകി നമ്മൾ ഉണക്കി എടുക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ പേറ്റി എടുക്കത്തുള്ളൂ. അന്നേരം കല്ലും ഇതൊക്കെ അഥവാ ഉണ്ടെങ്കിലും പൊക്കോളും. ഇതിപ്പോൾ ആദ്യമേ പേറ്റാൻ നിന്നാൽ ഒക്കത്തില്ല, കാരണം അതുപോലെ അഴുക്കായിരുന്നു. അന്നേരം കഴുകി കളയുമ്പം തന്നെ അതിൻ്റെ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കഴുകുമ്പോൾ അതിൻ്റെ ഊറ്റിക്കളയുമ്പോൾ മേളിലുള്ള അഴുക്കൊക്കെ അങ്ങ് പൊക്കോളുമല്ലോ. അങ്ങനെ അതെല്ലാം കഴുകി വെയിലത്തിട്ട് അങ്ങ് ഇടുവാണ്. ഇവിടെ ഇപ്പം വെയിലില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കരിഞ്ഞ വെയിലായിരിക്കും. നിൽക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ വന്ന്. അതുകൊണ്ട് ഇപ്പോഴേ ഇട്ടിട്ട് അങ്ങ് പോവും. എന്നിട്ട് നമ്മൾ അടുക്കളയിലെ പണിയെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ. അന്നേരം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മിറ്റവും അടിച്ച് പെരയ്ക്കെല്ലാം തൂത്ത് വരി തുടച്ചിട്ടാണ് ഈ പണിക്കൊക്കെ ഇറങ്ങിയത്.
ഇനിയും പോയി ഉച്ചക്കത്തേക്കിനുള്ള കറിയും കൂടെ ആക്കിയാൽ മതി. സാമ്പാറുണ്ട്, തോരനും വെച്ച് മുട്ടയും കൂടെ പൊരിച്ചാൽ മതിയല്ലോ. അന്നേരം തുണി അലക്കാനായിട്ടുണ്ട്. അന്നേരം ഇന്നലെ അലക്കിയിട്ട തുണിയെല്ലാം ആയേ കിടക്കുക. രാത്രിയിലെല്ലാം ഭയങ്കര മഴ ഇവിടെ. രാത്രിയല്ല, ഉച്ച കഴിയുമ്പോഴേ അങ്ങ് കരിഞ്ഞിരിക്കും. അത് കാരണം ഇനി ഈ തുണി ഉണങ്ങി കഴിഞ്ഞിട്ടേ അത് എടുക്കത്തുള്ളേ, അടുത്ത അലക്കത്തുള്ളൂ. ഇത് നമ്മുടെ ഈ വീടിൻ്റെ ഓണറിയേച്ച് കൊണ്ട് തന്ന പടവലങ്ങയാണ്. അവരുടെ വീട്ടിൽ പിടിച്ച പടവലങ്ങയാണ്. അന്നേരം ഞാൻ ഓർത്ത് ഇപ്പം കൊണ്ട് തന്നതേ ഉള്ളൂ, എന്നാൽ കപ്പളങ്ങ വെക്കണ്ട, ഇപ്പം കൊണ്ട് തന്നല്ല, ഇത് തോരൻ വെക്കാം. അവരുടെ വീട്ടിൽ തന്നെ പിടിച്ച, വിഷമൊന്നും അടിക്കാത്ത, വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നേ. അന്നേരം അത് കിട്ടിയപ്പോൾ ഒരു രസം, എന്നാൽ കപ്പളങ്ങ മാറ്റി വെച്ചിട്ട് അത് തോരൻ വെക്കാം. കപ്പളങ്ങ നാളെ ആയാലും വെക്കാമല്ലോ. ഒരു തുള്ളി മൂപ്പ് കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അന്നേരം ഇത് മൊത്തം നമുക്ക് വേണ്ട, ഇതിൻ്റെ പകുതി എടുത്തിട്ട് നാളെ എന്തെങ്കിലും കറി വെക്കാം, പകുതി ഇപ്പം തോരനും വെക്കാം. അങ്ങനെ ഞാനിത് അരിയാനായിട്ട് കൊണ്ടുപോയപ്പോൾ നമ്മുടെ ഗോതമ്പ് നോക്കിയേ. അന്നേരം ഗോതമ്പ് ഇട്ടെടുത്ത് നല്ല വെയിലുണ്ട്. എന്നോട് ഒരു ചേച്ചി പറഞ്ഞു, ഈ പടവലങ്ങയുടെ ഈ തൊലി ഒത്തിരി ചിരണ്ടി കളയണ്ടെന്ന് കേട്ടോ. ഒത്തിരി അസുഖത്തിനൊക്കെ പ്രതിരോധശേഷിയൊക്കെ കിട്ടും. അന്നേരം നമുക്ക് ഒരു തൃപ്തിയില്ലാത്ത കാരണം കളയുവാണ്. അങ്ങനെ അതരിഞ്ഞ് തോരനും വെച്ച് സാമ്പാറും മുട്ടയും കൂടെ ആയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ചോറും ഒക്കെ കഴിച്ചേ. കണ്ടോ, ഗോതമ്പ് കിടക്കുന്നിടത്ത് കരിഞ്ഞ വെയിലാണ്. അന്നേരം നമ്മുടെ ഉച്ച വരത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ.